സ്വർണം കട്ടത് ആരപ്പ, സ്വർണം കട്ടത് സഹാക്കളാണപ്പ. 2018 ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ കാണിച്ച ആവേശവും അനാവശ്യവും തെമ്മാടിത്തരവും നിരുത്തരവാദപരവുമായ യാതൊരു സെൻസുമില്ലാത്ത ഒരു നടപടിക്ക് കേരള സർക്കാർ പോയപ്പോൾ ഇത്രയും വലിയ വില 2025 കൊടുക്കേണ്ടി വരുമെന്ന് CPM സ്വപ്നേ വിചാരിച്ചാണെന്നില്ല. ഒരു സഖാവ്, തിരുവല്ലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയിലെ ഒരു സഖാവ്, അതായത് വിജയകുമാർ സഖാവ്, അല്ലെങ്കിൽ ഫ്രോഡാണ് അയാൾ. കാരണം നേരത്തെ കുറേ വേറെ ആളൊക്കെ കാണിച്ച് സർവീസിൽ നിന്നൊക്കെ സസ്പെൻഷൻ കിട്ടുകയോ നോട്ടീസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ആവശ്യമില്ലാത്ത ഗുണ്ടായുസവും പരിപാടികളെല്ലാം കയ്യിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സഖാവ് റഹീമിൻ്റെ ചേട്ടനാണ്. മുറയ്ക്ക് കൊച്ചച്ഛനായിട്ട് വരും, റഹീമിൻ്റെ കൊച്ചച്ഛനായിട്ട് വരും. കാരണം എഴുതാൻ അറിഞ്ഞൂടാ, വായിക്കാനും അറിഞ്ഞൂടാ. അല്ലെങ്കിൽ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഫയൽ വിടുമ്പം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഫയൽ വിടുമ്പോൾ അത് വായിച്ചു നോക്കണ്ടേ? അപ്പോൾ വായിക്കാനും അറിഞ്ഞൂടാ, എഴുതാനും അറിഞ്ഞൂടാ. കണ്ണാണ്ടൂടെയെന്നും അറിഞ്ഞൂടാ. അത് വലിയ പ്രശ്നം. കണ്ണാടി വെച്ചിരിക്കുന്നതുകൊണ്ട് കണ്ണാണ്ടൂടെയെന്നും അറിഞ്ഞൂടാ. സഖാവ് വായിച്ചു, ഈ സഖാവ് ഒപ്പിട്ടു. അതുകൊണ്ട് എല്ലാം ആ സഖാവിലേ വെച്ചിരിക്കണം. അപ്പോൾ ആ സഖാവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ സഖാവ് എന്ന് പറഞ്ഞു, ആ സഖാവിനോട് ചോദിച്ചു, പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശവന്തീനികൾ ഇവനൊക്കെ കൂടെ ഇരുന്ന് തിന്നിട്ട് ഇപ്പം ഒറ്റുന്നോ? അത് നല്ല കഥയാണ്. ഇനി വേറൊരാളുണ്ട്, പക്ഷാഘാതം പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ CPM ഇങ്ങനെ കാണിച്ച് കൂട്ടിയതിന് ശേഷം ഈ 2018 CPM കളിച്ചു, 1950 കളിച്ചു. 1 പിഴച്ചാൽ 3 എന്നാണ്. 50 കളിച്ചു, അയ്യപ്പൻ ക്ഷമിച്ചു. 2018 കളിച്ചു, അയ്യപ്പൻ ക്ഷമിച്ചു. 19 കൂടെ കളിച്ചപ്പോൾ അയ്യപ്പൻ വിചാരിച്ചു ഇനി പണി നമുക്ക് തുടങ്ങാം. അങ്ങനെ കോൺഗ്രസ് വിചാരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ LDFനെ കടത്താൻ പറ്റിയില്ല. BJP വിചാരിച്ചിട്ട് ഒട്ടും പറ്റുന്നില്ല. ED വിചാരിച്ചിട്ട് പറ്റുന്നേയില്ല. സ്വപ്നയുടെ രൂപത്തിൽ, പല രൂപത്തിൽ ED വിചാരിച്ചു, ഒന്നും സംഭവിച്ചില്ല. കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷാ വിചാരിച്ചിട്ട് പറ്റിയില്ല, മോഡി വിചാരിച്ചിട്ട് പറ്റിയില്ല, RSS വിചാരിച്ചിട്ട് പറ്റിയില്ല. പക്ഷേ ആരും വിചാരിക്കാതെ അയ്യപ്പൻ ഒറ്റയടിക്കെടുത്ത് റോഡിലടിച്ചു. ഇപ്പോഴിതാ കിടക്കുന്നു, വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ. ശിവശിവ എന്ന് പറയുന്നതിന് പകരം അയ്യപ്പ അയ്യപ്പ എന്ന് പറയണം. സകലതും പോയി, എല്ലാ ഗ്യാസും പോയി. കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കുകയാണ്. ഇനി എന്ത് ന്യായമാണ് പറയുന്നത്? ആദ്യം പറഞ്ഞ ന്യായം എന്താണ്? ദേവസ്വം ബോർഡുമായി യാതൊരു ബന്ധവുമില്ല എനിക്ക്. ദേവസ്വം ബോർഡിൻ്റെ കാര്യം, ദേവസ്വം ബോർഡ്. അപ്പോൾ അതാ ഇന്നലെ എന്ത് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് അത് പറഞ്ഞാൽ മതിയാ? എനിക്ക് പിന്നെ 1 മിനിറ്റ് കൊണ്ട് വിടുമായിരുന്നല്ലോ. എനിക്ക് ദേവസ്വം ബോർഡായിട്ട് ബന്ധമില്ല, എന്നെ വിളിക്കരുതെന്ന് പറയാമായിരുന്നല്ലോ. എനിക്ക് ബന്ധമേ ഇല്ല, എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതുപോലെ PS പ്രശാന്ത്, എന്തൊരു തള്ളിയത്. എല്ലാ ചേട്ടന്മാരും അകത്താവും, ഇവരെല്ലാം അറസ്റ്റ് ചെയ്യും. ഇനിയാണ് അടുത്ത അയ്യപ്പൻ്റെ കളി വരാൻ പോണത്. ഈ ഉന്നതന്മാർ കുറേ ഉണ്ട് ഇതിനകത്ത്. ആ ഉന്നതന്മാരും ഇത് അനുഭവിക്കും. എന്തായാലും ശബരിമല അയ്യപ്പൻ രക്ഷിച്ചിരിക്കുന്നത് അയ്യപ്പനെ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിലെ സ്വർണവും കൊടിമരവും ബാജിവാഹനവും അഷ്ടപാലക വിഗ്രഹങ്ങളും പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകാനുള്ള വൻ റാക്കറ്റിൻ്റെ പെഡലിക്കാണ് അയ്യപ്പൻ അടി കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരചരണാദികൾ അറ്റ് കിടക്കുകയാണ്. സഹാക്കളെല്ലാം സോഷ്യൽ മീഡിയ എല്ലാം പൂട്ടി വീടുകളിൽ പോയി. ന്യായീകരണ തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് യൂണിയൻകാരും സഹാക്കളും ഉണ്ട്. എല്ലാവരും മൂക്കത്ത് വിരലും വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അയ്യപ്പൻ പണിയോട് പണി.